കിഫ്ബിക്ക് ഏകദേശം 1,00,000 കോടി രൂപയുടെ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞതെങ്കിൽ ഇന്നത്തെ മീറ്റിങ്ങോടുകൂടി അത് 1,10,000 കോടിയിലേക്ക് കിഫ്ബി ആകെ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളുടെ സൈസ് എത്തുന്നു. 1,00,000 കോടിയല്ല, 1,10,000 കോടിയാണ് കിഫ്ബി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രവൃത്തികളുടെ ആകെ സൈസ്. കേരളത്തിൽ വലിയ തോതിൽ മാറ്റമുണ്ടാക്കുന്ന ധാരാളം പ്രൊജക്റ്റുകൾ കിഫ്ബി ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും എടുത്ത ചില പ്രധാന പദ്ധതികളുടെ കാര്യം പറയാം. കുറേയേറെ പദ്ധതികളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ ഇതിനകത്തുണ്ട്. ഞാനതിൻ്റെ എല്ലാ കണക്കുകളും പറയുന്നില്ല. എങ്കിലും ഇന്നിപ്പോൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്കമാലി എരുമേലി ശബരി റെയിൽവേ ലൈൻ പദ്ധതിക്കായിട്ട് 1,900 കോടി രൂപ ഇപ്പോൾ മാറ്റിവെക്കാനായിട്ട് കിഫ്ബി ഇന്നത്തെ ബോർഡ് തീരുമാനിച്ചു. നേരത്തെ തന്നെ 50% റെയിൽവേ ബോർഡിൻ്റെ റെയിൽവേ വകുപ്പിൻ്റെ ആവശ്യം അത് നടപ്പിലാക്കണമെങ്കിൽ കൂടുതൽ പണം കൊടുക്കണമെന്നായിരുന്നു. അങ്ങനെ 50% കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. 2021 മുതൽ നടക്കുന്ന ചില സജീവ ചർച്ചകളാണ്. പക്ഷേ ഇപ്പോഴാണ് അത് ഫൈനലായിട്ട് റെയിൽവേ ഇക്കാര്യത്തിനകത്തൊരു പോസിറ്റീവായ കാര്യം പറഞ്ഞത്. ബാക്കി അവർ ചെയ്യേണ്ടതാണ്. 1,900 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്ന് അല്ലെങ്കിൽ കിഫ്ബിയിൽ നിന്ന് ഇക്കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അതോടുകൂടി കേരളത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് മലയോര റെയിൽവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമലയും കിഴക്കൻ മേഖലയായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതി നടപ്പിലാവും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ഇത് യഥാർത്ഥത്തിൽ അതിനകത്ത് ഇങ്ങനെ 50% മേടിച്ചിട്ട് ചെയ്യൂ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത് ഇന്ത്യ പോലൊരു രാജ്യത്തെ ഒരു ഫെഡറൽ സ്വഭാവത്തിന് പറ്റിയതല്ല എന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ ഇത് നടക്കണമെങ്കിൽ ഇങ്ങനെ അടച്ചാലേ പറ്റൂ എന്നുള്ള സ്ഥിതി വരുന്നു. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ശബരി പാത എരുമേലി വരെ വരുന്നത് മാത്രമല്ല, അവിടുന്ന് വിഴിഞ്ഞം വന്ന പശ്ചാത്തലത്തിൽ അത് തിരുവനന്തപുരത്തേക്ക് വിഴിഞ്ഞത്തേക്ക് നീട്ടാൻ പറ്റുന്നൊരു സ്റ്റഡി നടത്താനും കൂടി നമ്മൾ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ശബരി റെയിൽവേ വരും എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ആ ഒരു മേഖല വഴി തിരുവനന്തപുരത്തേക്ക് വിഴിഞ്ഞത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ കുറച്ചുകൂടി നമ്മുടെ ഈ മേഖലയിലെ വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് യാത്രാ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായിട്ട് ഈ ശബരി റെയിൽവേ വരും. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന തീരുമാനം എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റായിട്ട് ഇതിനകത്ത് എടുത്ത് പറയാനുള്ളത് നമ്മുടെ MC റോഡിൻ്റെ വികസനമാണ്. MC റോഡ് തീരദേശ ഹൈവേയും മലയോര ഹൈവേയും NHും ഇപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. MC റോഡ് വളരെ പഴയ റോഡാണ്. ആ MC റോഡിൻ്റെ വികസന കാര്യങ്ങളിൽ വളരെ തിരക്കുള്ള സ്ഥലങ്ങളാണ് അതിനകത്ത് ഉള്ള പല ജംഗ്ഷനുകളും. അതിൻ്റെ ജംഗ്ഷനുകളിൽ ചില സ്ഥലത്ത് ബൈപ്പാസിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ടെങ്കിലും വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ നടത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ KSTP റോഡായിട്ട് അത് മാറിയിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി 4 വരി പാതയാക്കാനുള്ള ശ്രമങ്ങൾ വേണം എന്ന് തീരുമാനിച്ചു. നേരത്തെ തന്നെ അതിന് പണം 3-4 വർഷം മുമ്പ് തന്നെ ബഡ്ജറ്റിൽ കുറച്ച് പണം മാറ്റിവെച്ച് ചില പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സ്ഥലത്തൊക്കെ വൈഡനിങ് നടക്കുന്നു. ഇപ്പോൾ അതിനകത്ത് ആലോചിച്ചിട്ടുള്ളത് നമ്മൾ ഈ റോഡ് ഇവിടുന്ന് കേശവാസപുരം മുതൽ അങ്കമാലി വരെയുള്ള MC റോഡിൻ്റെ 4 വരി വികസനത്തിൻ്റെ പദ്ധതിയാണ്. അതിൻ്റെ ആദ്യഘട്ടമായിട്ട് 5,217 കോടി രൂപയാണ് കിഫ്ബി വഴി നമ്മൾ മാറ്റിവെച്ചത്. ഈ 5,217 കോടിയിൽ ബഡ്ജറ്റ് സ്പീച്ചിൽ തന്നെ പറഞ്ഞതാണ്, തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ കിളിമാനൂർ, നിലമേൽ, ചടയമംഗലം, ആയൂർ, കൊട്ടാരക്കര, പന്തളം, ചെങ്ങന്നൂർ ഈ ഭാഗത്ത് ബൈപ്പാസുകളുടെ പദ്ധതി കൂടിയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. ബാക്കി തുടർന്ന് വരും. കാരണം ഇടയ്ക്ക് കുറച്ച് ദൂരം അത് നാഷണൽ ഹൈവേയുടെ ഗണത്തിൽപ്പെടുത്തിയിട്ടുള്ള കണക്ഷനുണ്ട്. ബാക്കി പിന്നെ അങ്ങോട്ട് വീണ്ടും അങ്കമാലി വരെയാണ് ആ റോഡ്. അതിനകത്ത് കൊട്ടാരക്കര ബൈപ്പാസിൻ്റെ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ നമ്മൾ ആരംഭിച്ചു. അതിൻ്റെ സ്ഥലമെടുപ്പിൻ്റെ തന്നെ നോട്ടിഫിക്കേഷനും എല്ലാം ആയി. അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ ഒരു 250 കോടിയോളം രൂപയുടെ ഒരു പദ്ധതിയും കൂടി ഇന്നത്തെ MC റോഡ് അപ്രൂവൽ. MC റോഡിൻ്റെ കാര്യത്തിൽ ഇന്ന് ഈ പറഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞ ആ കാര്യം ഇന്നത്തെ ബോർഡിൽ അംഗീകരിച്ചു. അത് 5,217 കോടിയാണ് അതിൻ്റെ ആകെ ചിലവ് വരുന്നത്. അപ്പോൾ ആ ബഡ്ജറ്റിനകത്ത് 7 ബൈപ്പാസ് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അതിനകത്ത് കൊട്ടാരക്കര ബൈപ്പാസിൻ്റെ നേരത്തെ തന്നെ സ്ഥലം എടുക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ ഏകദേശം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അവിടുത്തെ പ്രൊജക്റ്റ്, അതിൻ്റെ വലിയ ബ്രിഡ്ജും റോഡും അടക്കമുള്ളതിന് 250 കോടിയോളം രൂപയാണ് അതിൻ്റെ ആകെ വിലയിരുത്തുന്നത്. അതിൻ്റെ സ്കീമും അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ അംഗീകരിച്ച ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. കേരളത്തിൻ്റെ മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡെന്ന നിലയിൽ ഇവിടുത്തെ ഈ റോഡുകളെ ബൈപ്പാസും ബാക്കി സ്ഥലങ്ങളിൽ 4 വരി പാതയായി വികസിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ആ കാര്യം വന്നിരിക്കുകയാണ്. ഇതുകൂടാതെ
തിരുവനന്തപുരത്ത് വേളിയിൽ കെ സ്പേസിന് എയറോസ്പേസിൻ്റെ കെ സ്പേസ് അതിന് 600 കോടി രൂപയുടെ അതിൻ്റെ വികസനത്തിനായിട്ടുള്ള പദ്ധതി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതുപോലുള്ള മേജർ പദ്ധതികളുണ്ട്. അതുപോലെ തന്നെ കുറേയേറെ പദ്ധതി ഇപ്പോൾ തിരുവനന്തപുരത്ത് തൃശ്ശൂരെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ വികസനം വലിയ പദ്ധതിയാണ്. തിരുവനന്തപുരത്ത് മാനസികാരോഗ്യ കേന്ദ്രം, ഏറ്റവും പഴക്കമുള്ള മാനസികാരോഗ്യ കേന്ദ്രമാണ് തിരുവനന്തപുരത്തെ. അവിടെ വളരെ പഴക്കമുള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിന് തന്നെ തൃശ്ശൂർ ജനറൽ ആശുപത്രിക്ക് 136 കോടിയാണ് മാറ്റിവെച്ചേക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ വികസനത്തിന് 87 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇതുകൂടാതെ പല മേഖലകളിലെ ജംഗ്ഷനുകളുടെ വികസനമുണ്ട്, റോഡിൻ്റെ വികസനമുണ്ട്. ആശുപത്രികളുടെ പദ്ധതികൾക്കായിട്ട് മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങാനായിട്ട് 210 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് ഇന്ന് അംഗീകരിച്ചതിനകത്ത്. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, നിങ്ങൾക്കറിയാം, വളരെ പ്രശസ്തമാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് 26.59 കോടി രൂപ മാറ്റിവെച്ചു. ആറന്മുള ബോട്ട് റേസിംഗ് ഗാലറി, അവിടുത്തെ ആ പമ്പ നദീതീര സംരക്ഷണം തുടങ്ങിയ നടപ്പാത പദ്ധതികൾക്കായിട്ട് 10 കോടി മാറ്റിവെച്ചു. കനോലി കനാലിൻ്റെ വികസനത്തിനായിട്ട് ഒരു പുതിയ ഭാഗം, ഘട്ടം 1-ന് 73 കോടി. ഇതുപോലെ മംഗളവനം ഉപകനാലിലെ പ്രവർത്തനങ്ങൾക്ക് ഉള്ള പണം മാറ്റിവെച്ചു. തിരുവനന്തപുരത്ത് അയ്യാ വൈകുണ്ഠസ്വാമി സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിന് 3.16 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. വിവിധ കായിക സമുച്ചയങ്ങൾക്കുള്ള പ്രവർത്തനം, കോട്ടയത്തെ ലളിതാംബിക അന്തർജലത്തിൻ്റെ നേരത്തെ അനൗൺസ് ചെയ്ത സാംസ്കാരിക സമുച്ചയത്തിന് 25 കോടി രൂപ തുടങ്ങിയ തുക മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നീട് ഇതിനകത്ത് വളരെ വിശദമായ ഒരു ലിസ്റ്റുണ്ട്. ചില വർക്കുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പൂർത്തീകരിക്കാനും അഡീഷണൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനകത്ത് വർക്ക് നിയർ ഹോം പ്രൊജക്റ്റ് സ്കിൽ എക്കോ സിസ്റ്റത്തിന് വേണ്ടി സംസ്ഥാന വ്യാപകമായി വർക്ക് നിയർ ഹോം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇപ്പോൾ നന്നായിട്ട് നടത്തി വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് കുറേ സ്ഥലങ്ങളിൽ അത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 153 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നീട് വിവിധ റോഡുകളുടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മലപ്പുറം ജില്ലയിലെ മുണ്ടേങ്ങര, പുള്ളിപ്പാടം, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി, ആമയൂർ തുടങ്ങി, പിന്നെ കോഴിക്കോട് PU KC റോഡ് 166 കോടി, കോട്ടയം ജില്ലയിലെ പാലാ റിംഗ് റോഡ് ഭൂമി ഏറ്റെടുക്കുന്നതിന് 5.08 കോടി, തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി ബൈപ്പാസ് 14.78 കോടി രൂപയുടെ ഭൂമി ഏറ്റെടുക്കൽ, കണ്ണൂർ ജില്ലയിൽ നാറാത്ത്, പപ്പിനിശ്ശേരി, വളവട്ടണം വഴി കല്ലൂരിക്കടവ് പാലം 45.89 കോടി, മലപ്പുറം ജില്ലയിലെ കുണ്ടൂർത്തോട് നവീകരണം 15 കോടി, തൃശ്ശൂർ ജനറൽ ഞാൻ പറഞ്ഞു, HMD ജംഗ്ഷൻ കളമശ്ശേരി 6.1 കോടി. ഇങ്ങനെ വിശദമായി ഈ പറഞ്ഞ ഇന്നത്തെ പദ്ധതിയിൽ വരുന്ന എല്ലാം കൂടി വരുമ്പോൾ, ഈ പദ്ധതികളെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് ഇതുവരെയുള്ള പദ്ധതിയിൽ 1,10,10,000 കോടിയായിട്ട് MC റോഡിൻ്റെയും ഈ പിന്നെ ശബരിപാത ഉൾപ്പെടെ വരുമ്പോഴാണ് 1,10,10,000 കോടിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ അംഗീകാരം നൽകിയ പദ്ധതികൾക്കായിട്ട് 38,608 കോടി രൂപ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു, ബില്ല് പേ ചെയ്ത് കഴിഞ്ഞു. 38,608 കോടി രൂപ. അതിനകത്തൊരു പൂർണ്ണമായി പദ്ധതികൾ പൂർത്തീകരിച്ച ഏകദേശം 25,000 കോടി രൂപയുടെ പദ്ധതികൾ ഫൈനൽ ബില്ല് കൊടുത്ത് പൂർത്തീകരിച്ച പദ്ധതികളാണ്. ഇതാണ് ഇതിൻ്റെ ആകെ ഒരു കണക്കുകൾ. അപ്പോൾ ഇത് കേരളത്തിൻ്റെ ഭാവിയിൽ നല്ല മാറ്റം ഉണ്ടാക്കാവുന്ന കുറച്ച് പുതിയ പദ്ധതികൾ ഇന്ന് വന്നിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനം കണക്ടിവിറ്റിയാണ്. ഏറ്റവും പ്രധാനം അതിനകത്ത് റെയിൽ കണക്ടിവിറ്റിയുടെ കാര്യത്തിലും റോഡ് കണക്ടിവിറ്റിയുടെ കാര്യത്തിലുമാണ് ഏറ്റവും മേജറായിട്ടുള്ള 2 പദ്ധതികൾ വന്നേക്കുന്നത്. ബാക്കി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കെ സ്പേസ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും സ്പേസുമായി ബന്ധപ്പെട്ടുള്ള ടെക്നോളജി, അതിൻ്റെ ഭാഗമായിട്ടുള്ള എംപ്ലോയ്മെൻറ്റൊക്കെ ഇപ്പോൾ ധാരാളം വരുന്നുണ്ട്. ആ മേഖലയിലുള്ള കാര്യങ്ങൾക്കടക്കം പിന്നെ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മറ്റ് രംഗത്തും എല്ലാം ഉള്ള കാര്യങ്ങളാണ് വന്നേക്കുന്നത്.